നമസ്കാരം. കുറ്റകൃത്യങ്ങളുടെ ലോകത്തെ സംഭവങ്ങളുമായി ക്രൈംബ്രാഞ്ച് ആരംഭിക്കുന്നു. ആദ്യം ഇന്നത്തെ പ്രധാന സംഭവങ്ങൾ. പിണറായി വിജയന്റെ തല കൊയ്യാൻ RSS ആഹ്വാനം. പിണറായിയുടെ തല വെട്ടുന്നവർക്ക് RSS 1 കോടി ഇനാം പ്രഖ്യാപിച്ചു. ആഹ്വാനം നടത്തിയത് മധ്യപ്രദേശിലെ RSS പ്രമുഖ ഡോക്ടർ കുന്ദൻ ചന്ദ്രാവത്. उसका सर काट के ला दे विजयन का कोई मेरे को वो मकान वो जायदाद मैं उसके नाम कर दूंगा. വെളിവാക്കപ്പെട്ടത് RSSന്റെ തീവ്രവാദ മുഖമെന്ന് സീതാറാം യെച്ചൂരി. ജിഷ്ണു പ്രണോയുടെ മരണത്തിൽ നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ പി കൃഷ്ണദാസിന് മുൻകൂർ ജാമ്യം. കൃഷ്ണദാസ് കോളേജിൽ പ്രവേശിക്കരുതെന്ന് ഹൈക്കോടതി. സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് ജിഷ്ണുവിന്റെ ബന്ധുക്കൾ. രണ്ടാം പ്രതി സഞ്ജിത് വിശ്വനാഥിന്റെ ജാമ്യാപേക്ഷ തള്ളി. സൈനികരുടെ പട്ടിണിയുടെ നേർക്കാഴ്ച പുറത്തുകൊണ്ടുവന്ന BSF ജവാൻ വീണ്ടും വെളിപ്പെടുത്തലുമായി രംഗത്ത്. തന്നെ മാനസികമായി പീഡിപ്പിക്കുന്നുവെന്നും പാകിസ്ഥാനുമായി ബന്ധിപ്പിക്കാൻ ശ്രമം നടക്കുന്നതായും തേജ് ബഹാദൂർ യാദവ്. സൈന്യത്തിലെ പീഡനത്തെക്കുറിച്ച് പരാതിപ്പെട്ട ജവാനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് കൊല്ലം പവിത്രേശ്വരം സ്വദേശി റോയി മാത്യു. കണ്ണൂർ കൊട്ടിയൂരിൽ 16-കാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ ഫാദർ റോബിൻ വടക്കാഞ്ചേരി 20 പെൺകുട്ടികളെ വിദേശത്തേക്ക് കടത്തി. പെൺകുട്ടികൾ ലൈംഗിക പീഡനത്തിനിരയായോ എന്ന് പോലീസ് പരിശോധിക്കും. കൊച്ചിയിൽ നടിയെ ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പൾസർ സുനി സുഹൃത്തുക്കളെ കാണിച്ചതായി സാക്ഷിമൊഴി. പിണറായി വിജയന്റെ തല കൊയ്യാൻ RSSന്റെ ആഹ്വാനം. കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തലയെടുക്കുന്നവന് 1 കോടി രൂപ ഇനാം പ്രഖ്യാപിച്ച് RSS. മധ്യപ്രദേശിലെ RSS പ്രമുഖ ഡോക്ടർ കുന്ദൻ ചന്ദ്രാവാണ് പ്രഖ്യാപനം നടത്തിയത്. തന്റെ വസ്തു വിറ്റും തല കൊയ്യുന്നവന് പണം നൽകുമെന്നാണ് വാഗ്ദാനം. 1 करोड़ से ज्यादा का मकान है उसका सर काट के ला दे विजयन का कोई मेरे को वो मकान वो जायदाद मैं उसके नाम कर दूंगा. മധ്യപ്രദേശിലെ പ്രധാനപ്പെട്ട RSS നേതാവാണ് കുന്ദൻ ചന്ദ്രാവത്ത്. ഉജ്ജയിനിയിലെ RSSന്റെ പ്രമുഖായ ചന്ദ്രാവത്ത് ചിന്താമണി മാൾവ്യ, MLA മോഹൻ യാദവ് തുടങ്ങിയവരെ സാക്ഷി നിർത്തി പൊതുവേദിയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തല കൊയ്യണമെന്ന് ആഹ്വാനം ചെയ്തത്. തല കൊയ്യുന്നവർക്ക് 1 കോടി രൂപ പാരിതോഷികം നൽകുമെന്നും നേതാവ് പറയുന്നു. സ്വന്തം സ്ഥലം വിറ്റ് പണം നൽകും. ഗുജറാത്തിലെ വംശകലാപങ്ങൾക്ക് തുടക്കമിട്ട ഗോദ്ര സംഭവം കേരളത്തിൽ ആവർത്തിക്കുമെന്നും ചന്ദ്രാവത്ത് പ്രസംഗിക്കുന്നുണ്ട്. നേരത്തെ ഭോപ്പാൽ സന്ദർശനത്തിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ RSS അപായപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. അതേ സംസ്ഥാനത്ത് നിന്നാണ് കൊലവിളി പ്രസംഗം ഉയർന്നിരിക്കുന്നത്. ദേശീയതലത്തിൽ പ്രസംഗത്തിനെതിരെ വൻ പ്രതിഷേധമുണ്ടായി. RSSന്റെ തീവ്രവാദ മുഖം വെളിപ്പെട്ടതായി CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ചൂണ്ടിക്കാട്ടി. This is exactly what they have been trying to do in Kerala. People of Kerala have been defeating them, and this sort of a terror and intimidation that they have now unleashed against the democratically elected Chief Minister of Kerala is something that is completely unacceptable. CPIM പോളിറ്റ് ബ്യൂറോ പ്രസംഗത്തെ അപലപിച്ചു. നിയമപരമായ നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് പോളിറ്റ് ബ്യൂറോ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നേരത്തെ മംഗലാപുരത്ത് മതസൗഹാർദ്ദ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്നും പിണറായി വിജയനെ തടയാനും സംഘപരിവാർ ശ്രമമുണ്ടായി. RSS നേതാവിന്റെ പ്രസ്താവന ദില്ലിയിലെ രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ഞെട്ടിച്ചു. കേരളത്തിൽ രാഷ്ട്രീയ അതിക്രമങ്ങൾ നടത്തുന്നത് ആരാണെന്ന് ഈ പ്രസ്താവനയിലൂടെ വ്യക്തമായി എന്നാണ് ചില നേതാക്കൾ ചൂണ്ടിക്കാട്ടിയത്. ദില്ലിയിൽ നിന്നും ക്യാമറാമാൻ ഗോപി കടവല്ലൂരിനൊപ്പം സന്തോഷ് സർലിംഗ്. RSS ഭീഷണിയെ തള്ളി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വന്നു. സംഘപരിവാർ പലരുടെയും തലയെടുത്തിട്ടുണ്ടെങ്കിലും തനിക്ക് യാത്ര ചെയ്യാതിരിക്കാനാവില്ലല്ലോ എന്ന് പിണറായി വിജയൻ കൊച്ചിയിൽ പ്രതികരിച്ചു. ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അങ്ങയുടെ തലയെടുക്കാൻ RSSന്റെ ഭാഗത്തു നിന്നുള്ള നീക്കം വരുന്നു, 1 കോടി രൂപ ഇനാം പ്രഖ്യാപിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് RSS നേതാവ് പറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. ഉജ്ജയിനിലെ RSS പ്രമുഖ പറഞ്ഞേക്കുന്നത് സംഘപരിവാർ പലരുടെയും തലയെടുത്തതാണല്ലോ. അതുകൊണ്ട് നമുക്കിപ്പോൾ സഞ്ചരിക്കാതെ പറ്റില്ലല്ലോ. ഭയമില്ല. ശരി. പിണറായി വിജയന്റെ രോമത്തിൽ പൊടിലും തൊടാൻ RSSനാകില്ലെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. CPIMനോട് കളിച്ചാൽ കളി പഠിപ്പിക്കുമെന്നും കോടിയേരി തിരുവനന്തപുരത്ത് പറഞ്ഞു. കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ RSSന്റെ വെല്ലുവിളികൾക്കൊന്നും ഒരിക്കലും കീഴടങ്ങിയിട്ടില്ല. കേരളത്തിൽ തന്നെ CPIMന്റെ 205 പ്രവർത്തകന്മാരെ RSSകാർ ഇതിനകം തല കൊയ്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് CPMനെ സംബന്ധിച്ചിടത്തോളം
ഇത്തരം വെല്ലുവിളികൾ ഒരു പുതിയ കാര്യമല്ല. പക്ഷേ പിണറായി വിജയൻ്റെ ഒരു രോമം പോലും തൊടാൻ RSSകാർക്ക് കഴിയില്ല എന്നവർ മനസ്സിലാക്കണം. RSSകാർ CPMനോട് കളിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ RSSകാരെ CPM കളി പഠിപ്പിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ വധഭീഷണിയിലൂടെ RSSന്റെ ഭീകരമുഖം മറന്നീക്കിയിരിക്കുകയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. നരേന്ദ്രമോദി ഭരണത്തിന്റെ തണലിൽ സംഘപരിവാർ അഴിഞ്ഞാട്ടം രാജ്യത്തെ ഭീകരമായ അവസ്ഥയിൽ എത്തിച്ചെന്നാണ് ഈ സംഭവം തെളിയിക്കുന്നത്. വധഭീഷണി ജനാധിപത്യത്തിനും മതേതരത്വത്തിനും നേരെയുള്ള വെല്ലുവിളിയാണ്. ഇതിനോട് പ്രധാനമന്ത്രിയും RSS ദേശീയ നേതൃത്വവും പ്രതികരിക്കണം. കുന്ദ്രൻ ചന്ദ്രാവത്തിന്റെ അടിയന്തരമായി അറസ്റ്റ് ചെയ്യുകയും ഭീകര നിരോധന നിയമപ്രകാരമുള്ള നടപടികൾ എടുക്കണമെന്നും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. RSSന്റെ കൊലവിളിക്കെതിരെ സംസ്ഥാന വ്യാപകമായി നാളെ പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിക്കാനും സെക്രട്ടേറിയറ്റ് ആഹ്വാനം ചെയ്തു. അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന സൈനികർ പട്ടിണിയിലാണെന്ന് പരിതപിച്ച BSF ജവാൻ പുതിയ വെളിപ്പെടുത്തലുമായി വീണ്ടും രംഗത്ത്. തന്നെ പാകിസ്ഥാനുമായി ബന്ധിപ്പിക്കാൻ ശ്രമം നടക്കുന്നതായി തേജ് ബഹാദൂർ യാദവ് ഫേസ്ബുക്ക് വീഡിയോയിലൂടെ വ്യക്തമാക്കി. സൈനികരുടെ പരാധീനതകൾ പുറം ലോകത്തെ അറിയിച്ചതിലൂടെയാണ് തേജ് ബഹാദൂർ എന്ന BSF ജവാൻ വാർത്തകളിൽ ഇടം പിടിച്ചത്. ഇപ്പോഴിതാ ബഹാദൂർ മറ്റൊരു വെളിപ്പെടുത്തലുമായി വീണ്ടും എത്തിയിരിക്കുകയാണ്. തന്റെ മൊബൈൽ ഫോൺ പിടിച്ചെടുത്തതായും മാനസികമായി തന്നെ പീഡിപ്പിക്കുകയാണെന്നും വീഡിയോയിൽ തേജ് ബഹാദൂർ ആരോപിക്കുന്നു. തനിക്ക് പാകിസ്ഥാൻ ബന്ധമുണ്ടെന്ന് വരുത്താനാണ് ഈ നടപടിയെന്നും ബഹാദൂർ പറയുന്നു. और मैं आपके माध्यम से पूरे 100 करोड़ वासियों के देश के माध्यम से आदरणीय प्रधानमंत्री से पूछना चाहता हूं कि मैंने जो भी ये सबका खाना दिखाया था वह बिल्कुल सत्य था, लेकिन उसके बावजूद भी किसी प्रकार की कोई जांच ना हुई और मेरे को ही मेंटली टॉर्चर किया जा रहा है। क्यों इस तरह का किस लिए किया? मैंने सिर्फ यही किया था कि आदरणीय प्रधानमंत्री खुद चाहते थे कि देश से भ्रष्टाचार खत्म हो। मैंने भी यही उम्मीद करके अपने डिपार्टमेंट का भ्रष्टाचार दिखाया था। क्या भ्रष्टाचार दिखाने का मुझे यही न्याय मिला? आप सभी से अनुरोध है कि पूरा 100 करोड़ का देश आदरणीय प्रधानमंत्री से पूछें कि एक जवान ने खाने का भ्रष्टाचार दिखाया, क्या उसका न्याय उसे यही? പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഴിമതി ഇല്ലാതാക്കാൻ ആവശ്യപ്പെടുന്നു. താൻ ആഗ്രഹിക്കുന്നത് തന്റെ ഡിപ്പാർട്ട്മെന്റിലെ അഴിമതി പുറത്തു കൊണ്ടുവരുവാനാണെന്നും തേജ് ബഹാദൂർ പറയുന്നു. സ്വരാജ് സമാചാർ എന്ന ഫേസ്ബുക്ക് പേജിലൂടെയാണ് വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത്. വീഡിയോ പോസ്റ്റ് ചെയ്ത ഫേസ്ബുക്ക് പേജ് തേജ് ബഹാദൂറിന്റെ തന്നെയാണെന്ന് BSF സ്ഥിരീകരിച്ചിട്ടുണ്ട്. തേജിന് ചില പാകിസ്ഥാൻ സ്വദേശികൾ ഫേസ്ബുക്ക് സുഹൃത്തുക്കളായിട്ടുണ്ട്. അവർ ഏതെങ്കിലും തരത്തിൽ സൈനികനെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു വരികയാണെന്ന് BSF വ്യക്തമാക്കി. മോശം ഭക്ഷണത്തിന്റെ ദൃശ്യങ്ങൾ സഹിതം പുറത്തുവിട്ട ഈ ഭക്ഷണം കഴിച്ച ഒരു ജവാന് 10 മണിക്കൂർ ജോലി ചെയ്യാൻ കഴിയുമോ എന്നായിരുന്നു തേജ് ബഹാദൂർ ഉയർത്തിയ ചോദ്യം. 4 മിനിറ്റോളം ദൈർഘ്യമുള്ള ഫേസ്ബുക്ക് വീഡിയോ വൈറലായതിനു പിന്നാലെ അടിയന്തര അന്വേഷണത്തിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ഉത്തരവിട്ടിരുന്നു. തേജ് ബഹാദൂറിനെതിരെ കേസെടുക്കുകയും കേസിന്റെ ഭാഗമായി തേജ് ബഹാദൂറിന്റെ ഫോൺ BSF പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്. കരസേനയിൽ തൊഴിൽ പീഡനം ആരോപിച്ച് രംഗത്തെത്തിയ മലയാളി സൈനികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. നാസിക്കിൽ ജോലി ചെയ്തിരുന്ന കൊല്ലം സ്വദേശി റോയ് മാത്യുവാണ് മരണപ്പെട്ടത്. കഴിഞ്ഞ മാസം 25 മുതൽ റോയ് മാത്യുവിനെ കാണാനില്ലായിരുന്നു. മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ബന്ധുക്കൾ രംഗത്തെത്തി. റോയിയെ തടവിൽ വെച്ചിരുന്നുവെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. മഹാരാഷ്ട്ര നാസിക്കിലെ സൈനിക ക്യാമ്പിൽ ജവാനായിരുന്ന റോയ് മാത്യു മേലുദ്യോഗസ്ഥനെതിരെ കഴിഞ്ഞ മാസം 24-നാണ് മഹാരാഷ്ട്രയിലെ ഒരു പ്രാദേശിക മാധ്യമത്തോട് പ്രതികരിച്ചത്. 25-ന് രാത്രി വീട്ടുകാരെ വിളിച്ച് തന്റെ ജോലി ഉൾപ്പെടെ ഭീഷണിയിലാണെന്ന് അറിയിച്ചു. തുടർന്ന് 1 മണിക്കൂറിന് ശേഷം റോയിയുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയി. രാവിലെ 9 മണിയോടെയാണ് സൈനിക ഉദ്യോഗസ്ഥർ റോയിയുടെ വീട്ടിൽ മരണവിവരം അറിയിച്ചത്. മരണത്തിന്റെ സത്യാവസ്ഥ അറിയണമെന്ന് റോയിയുടെ ഭാര്യ ഫിനി പറഞ്ഞു. ഒരു സാറ് വിളിച്ചിട്ട് എപ്പോഴും ചോദിക്കും, ഇവിടെ വന്നു, നാട്ടിൽ വന്നു എന്തുവന്ന് എനിക്കറിയണം, എന്തുവാ കാര്യമെന്ന്, എന്തോ സംഭവിച്ചെന്ന്. ഭർത്താവിനെ കാണാനില്ലെന്ന് കാട്ടി കഴിഞ്ഞ ദിവസം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും കരസേനാ മേധാവിക്കും പരാതി നൽകിയിരുന്നു. മേലുദ്യോഗസ്ഥരുടെ പീഡനത്തെ തുടർന്നാണ് റോയ് മരിച്ചതെന്ന് അന്വേഷിക്കണമെന്ന് നാട്ടുകാരും ആവശ്യപ്പെട്ടു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം എന്താണെന്ന് വ്യക്തമാകൂ. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൊട്ടിയൂർ പീഡന കേസിലെ പ്രതി ഫാദർ റോബിൻ വടക്കംചേരി വിദേശത്തേക്ക് കയറ്റി അയച്ചത് ദരിദ്ര കുടുംബത്തിലെ 20 പെൺകുട്ടികളെയെന്ന് സൂചന. ഇവർ ലൈംഗിക ചൂഷണത്തിന് വിധേയമായിട്ടുണ്ടോ എന്നും സംശയം. ലൈംഗിക പീഡനത്തിന് ഇവർ ഇരയായിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കും.
കൊട്ടിയൂരിൽ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ഫാദർ റോബിൻ വടക്കാഞ്ചേരിക്കെതിരെയുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. 20 ദരിദ്ര പെൺകുട്ടികളെ റോബിൻ വടക്കാഞ്ചേരി വിദേശത്ത് കടത്തിയതായി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വിവരം ലഭിച്ചു. ഇവരെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയോ എന്ന കാര്യത്തിൽ സംശയവും അന്വേഷണ ഉദ്യോഗസ്ഥർക്കുണ്ട്. 2 ദിവസത്തിനകം റോബിൻ വടക്കാഞ്ചേരിയെ ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡിയിൽ വാങ്ങുന്നതിന് പോലീസ് കോടതിയെ സമീപിക്കും. അതേസമയം സംഭവം പുറത്തറിയാതിരിക്കാനും കേസ് ഒത്തുതീർക്കുന്നതിനുമായി രക്ഷിതാക്കൾക്ക് 10 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തതായുള്ള വിവരവും പോലീസിനുണ്ട്. ഇതിന് ഇടനിലക്കാരായി ഇടവകയിലെ ചില പ്രമുഖർ ഇടപെട്ടതായും ഈ ചർച്ചയിൽ പങ്കെടുത്തതായും പോലീസിന് വിവരം ലഭിച്ചു. ഈ പ്രമുഖരിലേക്കും അന്വേഷണം നീളും. പണമിടപാടുമായി ബന്ധപ്പെട്ട് രക്ഷിതാക്കളെ പോലീസ് വീണ്ടും ചോദ്യം ചെയ്യും. പെൺകുട്ടിയെ സ്വന്തം രക്ഷിതാവിന്റെ പേര് പറയാൻ ആരാണ് പ്രേരിപ്പിച്ചത് എന്ന കാര്യവും അന്വേഷണ വിധേയമാക്കും. റോബിൻ വടക്കാഞ്ചേരിയുമായി ബന്ധപ്പെട്ട് പല ഇടവകകളിലും ഉയർന്നു വന്ന ആരോപണങ്ങളും മുൻപ് ലഭിച്ച പരാതികളുമടക്കം പരിശോധിക്കും. ബിഎഡ് സെന്റർ, നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് തുടങ്ങി ഇയാൾ ഇടപെട്ട എല്ലാ കാര്യങ്ങളിലും ലൈംഗിക ചൂഷണം, അനധികൃത പണം വാങ്ങൽ, മനുഷ്യക്കടത്ത് എന്നിവയടക്കം നടന്നതായി പോലീസിന് സൂചന ലഭിച്ചിരുന്നു. ഇവയെല്ലാം അന്വേഷണ പരിധിയിൽ കൊണ്ടുവരും. നവജാത ശിശുവിനെ കടത്തിയ സംഭവവുമായി ബന്ധപ്പെട്ടവരിലേക്കും അന്വേഷണം ആരംഭിച്ചു. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. പുരോഹിതന്റെ ബലാത്സംഗ കേസിൽ വയനാട് CWCയുടെയും ദത്തെടുക്കൽ കേന്ദ്രത്തിന്റെയും പങ്കിനെക്കുറിച്ച് പേരാവൂർ CAയും ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറും അന്വേഷണം തുടങ്ങി. അതേസമയം തെളിവ് നശിപ്പിക്കാൻ രൂപതയും CWCയും ശ്രമിച്ചിട്ടുണ്ടോ എന്ന പരാതിയെക്കുറിച്ച് അന്വേഷിക്കാൻ മാനന്തവാടി ACP ജയദേവന് വയനാട് SP നിർദ്ദേശം നൽകി. കുട്ടിയെ ദത്തെടുക്കൽ കേന്ദ്രത്തിൽ എത്തിച്ചതിനു ശേഷം വൈത്തിരി ഇൻഫന്റ് മേരി കോൺവെന്റും CWC ചെയർമാൻ തോമസ് തേരകവും CWC അംഗം C ബെറ്റിയും നടത്തിയ നീക്കങ്ങളെക്കുറിച്ചാണ് പേരാവൂർ CI അന്വേഷിക്കുന്നത്. കണിയാമ്പറ്റയിലെ CWC ആസ്ഥാനം, വൈത്തിരിയിലെ ദത്തെടുക്കൽ കേന്ദ്രം എന്നിവിടങ്ങളിൽ CI എത്തി തെളിവെടുപ്പ് നടത്തി. എല്ലാ തലങ്ങളിലും അന്വേഷണം നടത്തും. വയനാട്ടിലും 2 സ്റ്റേറ്റ്മെന്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. അതിന്റെ മറ്റു നിയമലംഘനങ്ങൾ ഉണ്ടെങ്കിൽ നടപടി ഉണ്ടാവും. അർദ്ധരാത്രി നവജാത ശിശുവിനെ കസ്റ്റഡിയിലെടുത്തത് വിവാദമായിരുന്നു. പുരോഹിതൻ പ്രതിയായതിനാലും സഭയുടെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനത്തിൽ ശിശു ഉള്ളതിനാലും ശിശുവിന്റെ ജീവന് ഭീഷണിയാകുമെന്ന സംശയത്തെ തുടർന്ന് അങ്ങനെ ചെയ്യേണ്ടി വന്നുവെന്നാണ് വിശദീകരണം. ദത്തെടുക്കൽ ഏജൻസിയെ ഏൽപ്പിച്ചതും തുടർന്ന് നടത്തിയ നടപടികളും നിയമപരമാണോ എന്ന് ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറും അന്വേഷണം തുടങ്ങി. ഇതിനിടെ സംഭവം മൂടിവെക്കാൻ രൂപത ആസൂത്രിത ശ്രമം നടത്തിയെന്നും ചെയർമാൻ ചെയർമാനായതിനു ശേഷം നടന്ന എല്ലാ ഇടപാടുകളും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് വയനാട് SP-ക്ക് മാനന്തവാടി സ്വദേശിയായ തോമസ് പരാതി നൽകി. പരാതിയെക്കുറിച്ച് മാനന്തവാടി ACP ജയദേവ് അന്വേഷിക്കുമെന്നാണ് വയനാട് SP രാജ്പാൽ മീണ നൽകുന്ന വിവരം. ന്യൂസ് ബ്യൂറോ, വയനാട്. ഇന്ത്യൻ വിദ്യാർത്ഥിനിക്കു നേരെ US-ൽ വംശീയ അതിക്രമം. ട്രെയിൻ യാത്രക്കിടെയാണ് ഏക്താ ദേശായി അപമാനിക്കപ്പെട്ടത്. പെൺകുട്ടി തന്നെയാണ് ദൃശ്യങ്ങൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. You take my picture out that phone? Touch me, You take that picture out my phone? and you see. Don't touch me, don't touch my item. You take my picture out that phone? Stay You away. take my picture out that phone? Because that's disrespect. You don't take nobody's picture. Disrespect. ന്യൂയോർക്കിൽ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴാണ് ഏക്താ ദേശായി എന്ന പെൺകുട്ടി അപമാനിക്കപ്പെട്ടത്. അജ്ഞാതൻ വംശീയമായി അപമാനിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഏക്താ ദേശായി ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടു. അപമാനിക്കുന്നത് ഫോണിൽ റെക്കോർഡ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഇയാൾ അസഭ്യം പറയുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. പോലീസിൽ പരാതിപ്പെടുമെന്ന പെൺകുട്ടി പറഞ്ഞപ്പോൾ തനിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടെന്നായിരുന്നു അജ്ഞാതന്റെ വാദം. സംഭവ സമയത്ത് ട്രെയിനിൽ 100-ലധികം യാത്രക്കാർ ഉണ്ടായിരുന്നുവെന്നും തന്നെ അധിക്ഷേപിച്ച ശേഷം ഇയാൾ ഏഷ്യൻ വംശജയായ മറ്റൊരു സ്ത്രീയെ അധിക്ഷേപിച്ചെന്നും പെൺകുട്ടി ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പിൽ ആരോപിക്കുന്നു. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ ദിവസത്തിനുള്ളിൽ 53,000 പേരാണ് കണ്ടത്. സംഭവത്തിൽ പോലീസ് നടപടിയെടുത്തോ എന്ന കാര്യം വ്യക്തമല്ല. നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ P കൃഷ്ണദാസിന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. ജിഷ്ണു പ്രണോയിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിലാണ് മുൻകൂർ ജാമ്യം ലഭിച്ചത്. ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തുവെങ്കിലും പ്രേരണ കുറ്റമോ ഗൂഢാലോചനയോ തെളിയിക്കാൻ കഴിഞ്ഞില്ലെന്ന് കോടതി വിലയിരുത്തി. കൃഷ്ണദാസ് കോളേജിൽ പ്രവേശിക്കരുതെന്നും അന്വേഷണത്തെ സ്വാധീനിക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചു. അതേസമയം 2ാം പ്രതി സഞ്ജിത് വിശ്വനാഥിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. വിചാരണകാലത്ത് നെഹ്റു കോളേജിൽ പ്രവേശിക്കുകയോ കോളേജിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഇടപെടുകയോ ചെയ്യരുതെന്ന നിബന്ധനയോടെയാണ് കൃഷ്ണദാസിന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത്. പാസ്പോർട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറണം, അന്വേഷണത്തെ സ്വാധീനിക്കാൻ ശ്രമിക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചു. എന്നാൽ ജിഷ്ണു പ്രണോയിയുടെ മരണത്തിൽ കൃഷ്ണദാസിനെതിരെ പ്രേരണാകുറ്റമോ ഗൂഢാലോചന കുറ്റമോ നിലനിൽക്കില്ലെന്ന് കോടതി വ്യക്തമാക്കി. ജിഷ്ണുവിന്റെ മരണവുമായി കൃഷ്ണദാസിനെ ബന്ധിപ്പിക്കാൻ കഴിയുന്ന തെളിവുകളൊന്നും കണ്ടെത്താനാവാത്ത സാഹചര്യത്തിലാണ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത്.
മുൻകൂർ ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷനു വേണ്ടി ഹാജരായ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ CP ഉദയഭാനു ശക്തമായി എതിർത്തു. കൃഷ്ണദാസിനെതിരെ ശക്തമായ തെളിവുകളും മൊഴികളും ഉള്ളതായി പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. പ്രോസിക്യൂഷൻ ഹാജരാക്കിയ കേസ് ഡയറിയും മൊഴികളുടെ പകർപ്പും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കോടതി പരിശോധിച്ചു. മരണത്തിൽ കൃഷ്ണദാസിന്റെ പങ്ക് തെളിയിക്കാൻ ആവശ്യമായവ കണ്ടെത്താനായില്ലെന്ന് കോടതി വിലയിരുത്തി. എന്നാൽ ജിഷ്ണു പ്രണോയുടെ മരണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണങ്ങളിൽ കോടതി ഇടപെട്ടില്ല. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ജിഷ്ണു പ്രണോയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ രണ്ടാം പ്രതി സഞ്ജിത് വിശ്വനാഥിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. തൃശൂർ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് കോളേജ് മുൻ PRO സഞ്ജിത്തിന്റെ അപേക്ഷ തള്ളിയത്. പ്രതി രാഷ്ട്രീയമായും സാമ്പത്തികമായും ശക്തനാണെന്നും മുൻകൂർ ജാമ്യം ലഭിച്ചാൽ സാക്ഷികളെ സ്വാധീനിച്ചേക്കാമെന്ന നിരീക്ഷണത്തിലാണ് നടപടി. കേസിലെ രണ്ടാം പ്രതിയും നെഹ്റു കോളേജ് മുൻ PROയുമായ സഞ്ജിത് വിശ്വനാഥിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് തൃശൂർ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളിയത്. പ്രതി രാഷ്ട്രീയമായും സാമ്പത്തികമായും ശക്തനാണെന്നും മുൻകൂർ ജാമ്യം ലഭിച്ചാൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള സാക്ഷികളെ സ്വാധീനിച്ചേക്കുമെന്നും കോടതി നിരീക്ഷിച്ചു. കേസിന്റെ ഭാവി കണക്കിലെടുത്താണ് അപേക്ഷ തള്ളിയത്. സാക്ഷികളായിട്ടുള്ള വിദ്യാർത്ഥികളൊക്കെ സ്വാധീനിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ആയതുകൊണ്ട് ഈ അവസരത്തിൽ അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കാൻ നിർവാഹമില്ല എന്ന് പറഞ്ഞ് ജാമ്യം നിഷേധിക്കാനുണ്ടായി. ഇനിയിപ്പോ പോലീസിന് പിന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വിരോധമൊന്നുമില്ല. സംഭവ സമയത്ത് സഞ്ജിത്ത് കോളേജിൽ ഇല്ലായിരുന്നു എന്ന വാദം തെളിയിക്കാൻ പ്രതിഭാഗത്തിനായില്ല. കോളേജിൽ ഇടിമുറിയുണ്ടെന്നും സഞ്ജിത്ത് വിശ്വനാഥനാണ് ഇതിന്റെ ചുമതലയെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. സാക്ഷിമൊഴികൾ പ്രോസിക്യൂഷൻ വാദത്തിന് സാധുത നൽകി. മർദ്ദനം, ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ അടക്കം 8 വകുപ്പുകളാണ് സഞ്ജിത്ത് ഉൾപ്പെടെയുള്ള 5 പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. നിരാശയില്ലെന്നും പ്രതീക്ഷിച്ച വിധിയാണ് വന്നിരിക്കുന്നതെന്നും ജിഷ്ണുവിന്റെ കുടുംബാംഗങ്ങൾ പ്രതികരിച്ചു. സർക്കാർ ഉടൻ സുപ്രീംകോടതിയെ സമീപിക്കണം. തിരുവനന്തപുരത്തെത്തി മുഖ്യമന്ത്രിയെ കാണുമെന്നും മാതാപിതാക്കൾ വ്യക്തമാക്കി. മുഖ്യമന്ത്രി പോയിട്ട് കാണുന്നുണ്ട്. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ജിഷ്ണുവിന്റെ അമ്മ മാധ്യമങ്ങളെ കണ്ടത്. വിധിയിൽ നിരാശയില്ല. പ്രതീക്ഷിച്ച വിധി തന്നെയാണ് വന്നിരിക്കുന്നത്. കുറ്റക്കാർ ഒരു തരത്തിലും രക്ഷപ്പെടാൻ പാടില്ല. സർക്കാർ ഉടൻ സുപ്രീം കോടതിയെ സമീപിക്കണം. സർക്കാരിൽ വിശ്വാസമുണ്ട്. നീതിക്കായി മുഖ്യമന്ത്രിയുടെ പിന്തുണയോടെ മുൻപോട്ടു പോകും. പണക്കാരൻ വരുമ്പോൾ, പണക്കാരനെതിരെ വരുമ്പോൾ തെളിവുകൾ ഒട്ടേറെ വേണം. പാവപ്പെട്ട നമ്മളെപ്പോലുള്ളവർ വന്നാൽ ഒരു തെളിവിന്റെയും ആവശ്യമില്ല, പിടിച്ച് ജയിലിലിടും. ഇതാണ് ഇവിടുത്തെ നീതിന്യായ സംവിധാനത്തിന്റെ, ഇവിടുത്തെ ഭരണകൂടത്തിന്റെ സംവിധാനത്തിന്റെ വ്യവസ്ഥ ഇതാണ്. ഞങ്ങൾ അങ്ങേയറ്റം ദുർബലരാണ്. വലിയ പ്രക്ഷോഭമൊന്നും തെരുവിൽ നയിച്ച് ഞങ്ങൾക്കിത് വിജയിപ്പിച്ചു കളയാമെന്നുള്ള വിശ്വാസമൊന്നുമില്ല. ഞങ്ങൾക്ക് ഏറ്റവും നല്ല അന്വേഷണ ഉദ്യോഗസ്ഥയെ തന്ന, ഏറ്റവും നല്ല അഭിഭാഷകനെ തന്ന ഈ സർക്കാരിന്റെ കൂടെ തന്നെ ഞങ്ങൾ നിന്നുകൊണ്ട് സർക്കാരിന്റെ പിന്തുണയോടുകൂടി, സഖാവ് പിണറായി വിജയന്റെ പിന്തുണയോടുകൂടി ഞങ്ങൾ സമരം നയിക്കും. അതിന് നിങ്ങൾ എല്ലാവരും കൂടെ വേണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കേസുമായി ബന്ധപ്പെട്ട് ആദ്യ അന്വേഷണ സംഘം തെളിവുകൾ നശിപ്പിക്കുകയാണ് ചെയ്തത്. CCTV ദൃശ്യങ്ങൾ കൃഷ്ണദാസ് നശിപ്പിച്ചു. പണത്തിന്റെ സ്വാധീനമാണ് അദ്ദേഹത്തെ സഹായിക്കുന്നതെന്നും ബന്ധുക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഉടൻ തിരുവനന്തപുരത്തെത്തി മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് തങ്ങളുടെ പരാതികൾ അറിയിക്കാനാണ് ജിഷ്ണുവിന്റെ കുടുംബാംഗങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നടിയുടെ അപകീർത്തികരമായ ദൃശ്യങ്ങൾ സുനിൽകുമാർ തങ്ങളെ കാണിച്ചതായി 2 സുഹൃത്തുക്കൾ പോലീസിന് മൊഴി നൽകി. അമ്പലപ്പുഴ സ്വദേശി മനു, കോയമ്പത്തൂരിൽ സുനിൽകുമാറിനെ സഹായിച്ച ചാർലി എന്നിവരാണ് മൊഴി നൽകിയത്. ഇവരുടെ രഹസ്യമൊഴി മജിസ്ട്രേറ്റ് മുമ്പാകെ രേഖപ്പെടുത്താൻ പോലീസ് നീക്കം ആരംഭിച്ചു. ഇതിനിടെ പൾസർ സുനിക്ക് പെൺവാണിഭ സംഘവുമായി ബന്ധമുണ്ടെന്ന സൂചനകൾ പോലീസിന് ലഭിച്ചു. നടിയുടെ അപകീർത്തികരമായ ദൃശ്യങ്ങൾ സുനിൽകുമാർ തങ്ങളെ കാണിച്ചതായി സുഹൃത്തും മനുവും ചാർലിയുമാണ് മൊഴി നൽകിയത്. അമ്പലപ്പുഴ കക്കാടം കടപ്പുറത്ത് വെച്ച് സുനിൽകുമാറിനും വിജീഷിനുമൊപ്പം ഇരുന്ന് താൻ കണ്ടു എന്ന നിർണായക മൊഴിയാണ് മനു നൽകിയത്. കോയമ്പത്തൂരിൽ വെച്ച് തന്നെയും ദൃശ്യങ്ങൾ കാണിച്ചതായി ചാർലിയും പോലീസിനോട് പറഞ്ഞു. ഇതിൽ മനുവിന്റെ രഹസ്യമൊഴി മജിസ്ട്രേറ്റ് മുമ്പാകെ രേഖപ്പെടുത്താനാണ് പോലീസിന്റെ നീക്കം. ദൃശ്യങ്ങളോ മൊബൈൽ ഫോണോ കണ്ടെത്താനായില്ലെങ്കിലും കണ്ടതായുള്ള മൊഴി കേസിൽ സഹായകരമാവുമെന്ന് പോലീസ് കണക്കുകൂട്ടുന്നു. ഇതിനിടെ അഭിഭാഷകൻ പോലീസിന് കൈമാറിയ മെമ്മറി കാർഡിൽ ദൃശ്യങ്ങളുണ്ടെന്ന് സുനിൽകുമാർ മൊഴി നൽകി. ഈ മെമ്മറി കാർഡ് തിരുവനന്തപുരം ഫോറൻസിക് ലാബിൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. സുനിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ ഫലം നിർണായകമാകും. ഇതിനിടെ പൾസർ സുനി പെൺവാണിഭ സംഘത്തിലെ കണ്ണിയാണെന്ന സൂചനകളും പോലീസിന് ലഭിച്ചു. 2013-14 നടന്ന ദുബായ് പെൺവാണിഭ കേസിൽ പോലീസ് അന്വേഷിക്കുന്ന സുനിൽ സുരേന്ദ്രൻ തന്നെയാണ് പൾസർ സുനി എന്ന നിഗമനത്തിലാണ് പോലീസ്. നടിയെ ആക്രമിച്ച സംഭവത്തിൽ സുനിൽകുമാർ വിദേശത്തേക്ക് കടക്കാതിരിക്കാൻ വിമാനത്താവളങ്ങളിൽ തിരച്ചിൽ നോട്ടീസ് നൽകിയിരുന്നു. ഈ പരിശോധനയ്ക്കിടെയാണ് വ്യാജ പേരിൽ ഇയാൾ നിരവധി തവണ ദുബായ് യാത്ര നടത്തിയതായി വ്യക്തമായത്. ഇയാൾക്ക് വ്യാജ പാസ്പോർട്ട് ഉള്ളതായും കണ്ടെത്തി. സുനിൽ സുരേന്ദ്രൻ എന്നയാളെ അന്ന് പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല.
സിനിമാ മേഖലയുമായി ബന്ധമുള്ള ഡ്രൈവറാണ് സുനിൽ സുരേന്ദ്രൻ എന്ന് മറ്റു പ്രതികൾ അന്ന് മൊഴി നൽകിയിരുന്നു. സിനിമയിൽ അവസരമൊരുക്കാമെന്ന് വാഗ്ദാനം ചെയ്താണ് തങ്ങളെ കബളിപ്പിച്ചതെന്ന് ഇരകളും മൊഴി നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യങ്ങളൊക്കെ ചേർത്ത് വായിക്കുമ്പോഴാണ് പഴയ സുനിൽ സുരേന്ദ്രൻ തന്നെയാണ് പൾസർ സുനി എന്ന നിഗമനത്തിൽ പോലീസ് എത്തുന്നത്. ഇപ്പോൾ CBI അന്വേഷിക്കുന്ന കേസിൽ പിടിയിലുള്ള പ്രതികളെ ഉപയോഗിച്ച് ഇയാളെ തിരിച്ചറിയാനുള്ള ശ്രമത്തിലാണ് പോലീസ്. CBI അന്വേഷണ സംഘത്തിന് കേരള പോലീസ് ഇത് സംബന്ധിച്ച് വിവരം കൈമാറിയിട്ടുണ്ട്. സാലി മുഹമ്മദ്, കൊച്ചി. കേരളത്തിൽ നിന്നും അഫ്ഗാനിസ്ഥാനിലേക്ക് കൊണ്ടുപോയ 20 പേരും സുരക്ഷിതരാണെന്ന ഫോൺ സന്ദേശം. പടന സ്വദേശിയായ ഹഫീസുദ്ദീൻ അഫ്ഗാനിസ്ഥാനിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ലഭിച്ച ഫോൺ സന്ദേശത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഹഫീസുദ്ദീൻ കൊല്ലപ്പെട്ടത് ഫോൺ സന്ദേശം വഴിയാണെന്ന് ബന്ധുക്കൾ അറിഞ്ഞത്. ഈ റിപ്പോർട്ടോടുകൂടി ഇന്നത്തെ ക്രൈംബ്രാഞ്ച് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. അഫ്ഗാനിസ്ഥാനിലെത്തിയ 21 അംഗ കേരള സംഘത്തിലെ 20 പേരും സുരക്ഷിതരാണെന്ന് അവിടെ കൊല്ലപ്പെട്ട ഹഫീസുദ്ദീന്റെ ബന്ധുക്കൾക്ക് ലഭിച്ച ഫോൺ സന്ദേശത്തിലാണ് വ്യക്തമാക്കുന്നത്. ഹഫീസുദ്ദീൻ കൊല്ലപ്പെട്ട വിവരം അറിയിച്ച അഷ്ഫാഖ് തന്നെയാണ് ഈ സന്ദേശവും ബന്ധുക്കൾക്ക് കൈമാറിയത്. മറ്റു ചിലർ കൂടി തങ്ങളുടെ സംഘത്തിൽ കൊല്ലപ്പെട്ടതായുള്ള പ്രചാരണം ശരിയല്ലെന്ന് അഷ്ഫാഖ് തന്റെ സന്ദേശത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. കേരളത്തിൽ നിന്നും അഫ്ഗാനിലെത്തിയവരെല്ലാം നിശ്ചയിക്കപ്പെട്ട തൊഴിൽ മേഖലകളിൽ പ്രവർത്തിക്കുകയാണ്. ഡോക്ടർമാരുടെയും എഞ്ചിനീയർമാരുടെയും സേവനം ആ മേഖലകളിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അവരവരുടെ തൊഴിൽ പ്രാഗൽഭ്യം അനുസരിച്ചാണ് തൊഴിൽ നിയോഗങ്ങളെന്നും സന്ദേശത്തിൽ വ്യക്തമാക്കുന്നു. ബോംബാക്രമണം നടക്കുന്നതിനിടയിലാണ് 24-കാരനായ ഹഫീസുദ്ദീൻ കൊല്ലപ്പെട്ടത്. ദൈവത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ട തങ്ങൾ മരണത്തെ ഭയക്കുന്നില്ലെന്നും അങ്ങനെ ഒരു സാഹചര്യമുണ്ടായാൽ സന്തോഷത്തോടെ സ്വീകരിക്കുമെന്നും ഫോൺ സന്ദേശത്തിൽ പറയുന്നു. തിരികെ നാട്ടിലേക്കില്ലെന്ന നിലപാടിലാണ് സംഘാംഗങ്ങൾ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.